ഹലോ സുഹൃത്തുക്കളെ, ഞാൻ സാജു. നമ്മളിന്ന് നല്ല മഴയുള്ളൊരു ദിവസമാട്ടോ. ഹെവി റെയിൻ ഉള്ളൊരു ദിവസമാണ് ഇത്. തൃശ്ശൂരിൽ നിന്ന് അങ്കമാലി വഴി നമ്മളിപ്പോൾ മൂവാറ്റുപുഴ എത്തിയിട്ടാണ് നിൽക്കുന്നത്. മൂവാറ്റുപുഴ എന്ന് പറഞ്ഞാൽ തന്നെ പോളുണ്ട് നമ്മുടെ ഒപ്പം. പോൾ ബായും ഞാനും കൂടിയിട്ടാണ്, ബൈക്കിലാണ്. ഫുൾ റെയിൻ കോട്ടിലാണ് കളി. എന്താണെന്ന് വെച്ചാൽ കാലത്ത് മുതൽ തൃശ്ശൂരിൽ നിന്ന് തന്നെ റെയിൻ കോട്ട് ഊരാൻ പറ്റിയിട്ടില്ല, അത്ര മഴയാണ്. അപ്പോൾ ഈ കണ്ടില്ലേ മൂവാറ്റുപുഴയൊക്കെ നിറഞ്ഞ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മൂവാറ്റുപുഴ ആറാണിത്. മൂവാറ്റുപുഴ എന്ന് പറയുന്നത് തന്നെ ഒരു പുഴയാണ്, പിന്നെ ആറെന്ന് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. പക്ഷെ മൂവാറ്റുപുഴ ഒരു സ്ഥലത്തിൻ്റെ പേരായി മാറിയതുകൊണ്ട് ഇതിപ്പോൾ മൂവാറ്റുപുഴ ആറ് എന്നാണ് പറയുക. ഇതെനിക്ക് തോന്നണ ഇത് പെരിയാറിൽ പോയി ചേരും തോന്നുന്നു, അറിയില്ല. അറിയുന്നവർ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പെരുമ്പാവൂർ, പട്ടിമറ്റം, കോലഞ്ചേരി, അല്ലപ്ര, ഊരമന, പെരുവമ്മൂഴി, പാമ്പാക്കുട വഴി ഞങ്ങൾ അരീക്കൽ കേവ്സ്, അരീക്കൽ വെള്ളച്ചാട്ടം വേറെ ഉണ്ട്. ഇത് കൊച്ചരീക്കൽ കേവ്സ് അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഇക്കോ ടൂറിസം പോയിൻ്റാണ്. ഇത് കൊച്ചരീക്കൽ ചിറ എന്നും പറയുന്നുണ്ട്, കൊച്ചരീക്കൽ കേവ്സ് ഗുഹകൾ എന്നും പറയുന്നുണ്ട്. ശരിക്കും വളരെ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഗുഹകളാണെന്നാണ് ഞങ്ങളിവിടെ ഒരു ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇവിടെ അടുത്ത് താമസിക്കുന്ന ഒരു ലേഡിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ ഒരു 70 വർഷം മുമ്പ് തന്നെ, അതിനു മുമ്പ് അവരുടെ മുമ്പുള്ളവർക്ക് വരെ ഇത് അറിയാവുന്ന, അവരുള്ളപ്പോൾ മുതൽ ഉള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ചെറിയ ഇറക്കം ഇറങ്ങി വേണം നമ്മളവിടെ എത്താൻ. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്, പിന്നെ ടിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ നിൽക്കുന്നുണ്ട്. ഇത് കണ്ട ഈ ചീനി മരങ്ങൾ കണ്ട, ഇതാണ് ആ ചേച്ചി പറഞ്ഞത്. ഇതേപോലെയുള്ള 3-4 ചീനി മരങ്ങൾ നിറഞ്ഞ, അതാണ് ഇവിടുത്തെ ഈ ഭംഗിക്ക് കാരണം. അവിടെ ഒരു കുളമുണ്ട്, കുളത്തിൽ 2-3 ആൾക്കാർ കുളിക്കാൻ വന്നിട്ടുണ്ട്. ആൾക്കാർ സാധാരണയായിട്ട് വരുന്നൊരു എക്കോ ടൂറിസം പോയിൻ്റാണ്. ഇത് കണ്ട ഈ ചീനി മരത്തിൻ്റെ സൈഡിലൂടെ ഒരു ചെറിയ ഒരു അരുവി. മഴയുള്ളതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അവിടെ. എന്താ പറയുക, ശരിക്ക് ആ പച്ചപ്പും ഒക്കെ ആയിട്ട് കണ്ട. ആ ചീനി മരത്തിൻ്റെ വേരുകൾ കണ്ട, 2 ചീനി മരം ഇവിടെ അടുപ്പിച്ച് വെക്കണം. ഭയങ്കര പടുകൂറ്റൻ മരങ്ങളാണ്. ചീനിമരം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാലോ, അത് ഈ വള്ളം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതും ആയിട്ടുള്ള ഒരു വടവൃക്ഷമാണ്. ഇത് കണ്ട ഒരു പച്ചപ്പും, പിന്നെ ചില സമയത്ത് വെള്ളം, നമ്മൾ ഈ മഴയത്ത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് മൊബൈലിൽ വെള്ളമായിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് ഒരു ക്ലിയർ കുറവുണ്ട്. പോള് മുന്നോട്ട് നടക്കുന്നുണ്ട്. ഇവിടെ എത്തിയിട്ടും നമ്മൾ റെയിൻ കോട്ട് വരാൻ പറ്റിയിട്ടില്ല, ഇപ്പോഴും മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ നടന്നു വന്ന വഴിയാണ്, തിരിച്ച് നടന്നു വഴിയാണ്. ആ വഴിക്കാണ് നമ്മളിങ്ങോട്ട് വന്നത്. ചീനിമരം 2 ഇപ്പോൾ വേറെ ആൾക്കാർ നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്. കുളിക്കാൻ വേണ്ടിയിട്ട് പലരും വരുന്നുണ്ട് കേട്ടോ ഇവിടെ അടുത്തുള്ളവർ. എന്താ പറയുക, ഒരു ആമസോൺ വൈബാണ്. നോക്കിയേ, ഇതാണ് ഈ ഗുഹ. ആ ഗുഹയുടെ മുകളിൽ ഒരു ചീനിമരം നിൽക്കുന്നുണ്ട്, അതാണ് 3ാമത്തെ മരം. ഇതാണ് പറഞ്ഞ 300-350 പരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുണ്ടെന്നാണ് പറഞ്ഞത്. ഈ ചീനിമരം തന്നെ ഞാൻ നേരത്തെ സംസാരിച്ചില്ലേ, ആ ചേച്ചി പറഞ്ഞ ഞാനിത് ചെറുപ്പം മുതൽ കാണുന്നതാണ്. 2 ഗുഹ പോലെയുണ്ട്, അതിൻ്റെ അവിടെ നിന്നൊരു മരം. ഇവിടെ വേറൊരു മരം നിൽക്കുന്നുണ്ട്, ചീനിമരം തന്നെയാണ് 4ാമത്തെ. ഈ മരങ്ങൾ 4 മരങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗിയിട്ടാണ്, ഒരു ആമസോൺ ഫോറസ്റ്റിലെത്തിയൊരു ഫീലിംഗാണ്. നമ്മളവിടെ പോയിട്ടൊന്നുമില്ലെങ്കിലും പടങ്ങളിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൊരു
കണ്ടോ നമ്മുടെ ആ മഴക്കാലത്തിൻ്റെ ഒരു മഴയുള്ളപ്പോൾ തന്നെ വരണണ്ട് അങ്ങോട്ട് അടിപൊളിയാണ്. കുളിക്കാനും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. ഭയങ്കര ചില ഭാഗങ്ങൾ കാണുമ്പോൾ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ച പോലെയൊക്കെ തോന്നുന്നുണ്ട്. അതാ വെട്ടുകല്ലിൻ്റെ പാറകളാണ്. അതുമ്പോൾ ആ വേരിറങ്ങി അതുമ്പോൾ പൂപ്പൽ പിടിച്ച് കണ്ട മരത്തിൻ്റെ ഒരു വ്യൂ കണ്ട. ഭയങ്കര ഒരു രസമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാനിത് മുമ്പ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് വരണം. ആ ഗുഹയുടെ ഉള്ളിലേക്കൊക്കെ കയറി അങ്ങോട്ട് കുറച്ചൊക്കെ പോകാമെന്ന് പറഞ്ഞത്. ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല. അങ്ങനെ രസകരമായൊരു സ്ഥലം. ഇന്ന് മഴ പ്രമാണിച്ച് ഞങ്ങൾക്ക് ഒരു 1 ഡേ റൈഡിന് പോകുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ അരീക്കൽ വെള്ളച്ചാട്ടം കൂടി പോയിട്ടാണ്. അത് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഇടാന്ന് വെച്ചിട്ടാണ്. രണ്ടും കൂടിയിട്ടാണ് ഒരു ട്രിപ്പായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ സ്ഥലം വിസിറ്റ് ചെയ്യാവുന്നതാണ്. ചെറിയ ചാർജുള്ളൂട്ടോ, 20 രൂപ അങ്ങോട്ട് ഉള്ളത് ഇങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അത് ഈ പഞ്ചായത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു മഴക്കാല വൈബ് ആസ്വദിക്കാൻ സാധിച്ചു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അരീക്കൽ വെള്ളച്ചാട്ടവുമായി വരാം. ശരിക്കും ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇതാണ് കൊച്ചരീക്കൽ. അപ്പോൾ അരീക്കൽ എങ്ങനെയുണ്ടെന്ന് ഊഹിക്കാവുന്നതല്ലുള്ളൂ. അങ്ങനെ ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും കാണാം. താങ്ക് യു.